ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ സന്ധ്യയായി. ഇപ്പം മമ്മി കല്ലടി വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ. വന്നപ്പോൾ അവിടെ നിന്നൊരു ചക്ക കൊണ്ടുവന്നു. ഈ ബ്ലോക്കിൽ നിന്ന് മേടിക്കുന്ന പ്ലാവില്ല, അതിൻ്റെ ചക്കയായ. അപ്പോൾ അതിൽ നിന്നൊരു കുഞ്ഞു ചക്കയാണ്. അപ്പോൾ അത് തോരൻ വെക്കാൻ വേണ്ടി ഉള്ള പരുവത്തിലായി. അധികം മൂത്തില്ല, എന്നാൽ മൂക്കുകയും രണ്ട് ഇതിലായിട്ട് നിൽക്കുക. അപ്പോൾ അത് ഈ ഒലത്തി എടുക്കാമെന്ന് ഓർത്തുകൊണ്ട് അത് അരിഞ്ഞേക്കുക. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാം. നമ്മളെങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. അരിഞ്ഞെടുത്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഒലത്തി എടുക്കാം കേട്ടോ. കടുകൊക്കെ മൂപ്പിച്ച് മുളകും ഉള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് ഒലത്തി എടുക്കാം. അതിനുള്ള പാകത്തിനുള്ളതേ ആയിട്ടുള്ളേ. അപ്പം നമുക്കത് ഉപ്പിടുക കേട്ടോ. ഇനി ഞാൻ ലേശം വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്ത് വെക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചക്ക റെഡിയായി കേട്ടോ. ഇതുണ്ടോ, ചക്ക ശരിക്കും ഒറ്റ വിസിലായി തന്നെ ഇതായി. ഇനിയിപ്പോൾ എണ്ണ അടുപ്പത്ത് വെച്ചു. നമുക്ക് കടുക് പൊട്ടിക്കാമേ. കടുക് പൊട്ടിച്ചിട്ട് ഉള്ളിയൊക്കെ ഇടാം. അപ്പോൾ കരിവേപ്പില ഇട്ടു. നമുക്ക് കരിവേപ്പില മൂത്തു. ഇനി നമുക്ക് പത്തലമുളകും ഉള്ളി മറ്റേ വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചതാട്ടോ. പത്തലമുളകിൻ്റെ ഉള്ളിൻ്റെയൊക്കെ പച്ചപ്പ് മണം മാറ്റാം കേട്ടോ. ഒന്ന് മൂത്തോട്ടെ. തീ ഒന്ന് കൂട്ടി വെക്കാം. നന്നായിട്ട് മൂത്ത നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് മൂപ്പിക്കാം. മേലെ തൂളാന്നായിരുന്നു ഓർത്തത്. അപ്പോൾ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ഇളക്ക് ശരിയാവില്ല. നമുക്ക് ചക്ക ഇടാം കേട്ടോ. നമുക്കിഷ്ടം മതിയുണ്ട് കേട്ടോ. നമുക്ക് ഇന്നും കഴിക്കാൻ നാളത്തേക്കും ഉണ്ടാവും. ഇനി ഇത് റെഡിയാക്കി പാത്രത്തിലാക്കി അമ്മമാർക്കൊന്ന് കൊടുത്തു നോക്കട്ടെ. ചക്ക ഒലത്തിയതും നല്ല മാങ്ങ അച്ചാറും കഴിച്ചിട്ട് പറയാമേ. എങ്ങനെയുണ്ട്? സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ? മനസ്സിൽ ഓർത്ത പോലെ ആണോ? ആണോ? ഇഷ്ടപ്പെട്ടു. മറ്റേ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ കുരിശ് വരച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്കൊരു പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഈ പ്രായമായവർക്ക് നല്ല ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് അമ്മ വരുള്ളൂ. സമയം ഇപ്പോൾ 7:45 8 മണിയായി കേട്ടോ. ഇനി അമ്മയ്ക്കും കൂടെ കൊടുത്തു കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടി. അപ്പോൾ ഇതേപോലെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്ന് ഒലത്തി നോക്കണം കേട്ടോ. നമ്മൾ തേങ്ങയൊന്നും ഇടാതെ ഉള്ളിയും മുളകും ഒക്കെ ഇട്ട് ഒന്ന് ചതച്ച് ഒന്ന് ഒലത്തിയെടുക്കുക. സൂപ്പറായിരിക്കും. അപ്പം നിങ്ങളും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അതിൻ്റെ കൂടെ എന്നെ ആരും മറക്കുകയും ചെയ്യരുത്. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. ബായ്.